എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഒരു വെറൈറ്റി സ്വീറ്റിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതേ രീതിയിലൊന്ന് അരച്ചിട്ടുണ്ട്. നല്ലതായിട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ, നനവ് കുറവായതുകൊണ്ട് നല്ലതായിട്ട് അരഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഒത്തിരി ചേർക്കണ്ട കേട്ടോ. മീഡിയം സൈസിലുള്ളൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങയുടെ 1/4 പാലെടുത്തു. പിന്നീട് നമ്മളുണ്ടല്ലോ ഇതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങയുടെ 2/2 പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2/2 പാലിൽ നിന്നാണ് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അരച്ചെടുത്ത ഏത്തപ്പഴം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ 1 കപ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കൈ പറ്റുകയാണെങ്കിൽ നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തു. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനിൽ കിട്ടും. അപ്പോൾ എല്ലാ മാവ് ഉരുട്ടി ഇതുപോലെ ഫോർക്ക് വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗവത്ത് ചുറ്റിപാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് തിളപ്പിച്ചു. ഒരു തട്ടും വെച്ച് കൊടുത്ത് ഇതുപോലൊരു വാഴയിലയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വലിയ സ്പൂണിന് 3 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2/2 പാലിൽ നിന്ന് 1/2 കപ്പ് പാലെടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ ഇത്തിരി പാൻ സ്ഥലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. 1.25 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിക്കുക, ശർക്കര പാനിയൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു 3 മിനിറ്റോളം ശർക്കര പാനിയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഞാനൊരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. 2 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ. ആദ്യം നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലിട്ട് അരിച്ചെടുത്താണിത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ മിക്സാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതൊഴിച്ച് കൊടുത്ത് ഇളക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തിക്കാവും കേട്ടോ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ അത് നോക്കി നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും ജീരകവും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന്
ഇളക്കി കൊടുക്കാം. 1 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുത്തു. നമ്മുടെ ഈ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിരിക്കും തോറും ഒന്നുകൂടി തിക്കാകും കേട്ടോ. ലാസ്റ്റിൽ നമ്മളിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണിത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെറൈറ്റി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.